എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം ഈ കൊച്ച് ഭൂമിയാണ് എന്നൊരു കാലഘട്ടത്തിൽ ചിന്തിച്ചിരുന്ന മനുഷ്യൻ നൂറ്റാണ്ടുകളായി നടത്തിയ നിരീക്ഷണത്തിൻ്റെയും പരീക്ഷണത്തിൻ്റെയും ആശയവിനിമയത്തിൻ്റെയും ഫലമായി ശാസ്ത്ര സാങ്കേതിക രംഗത്ത് അനേകം നേട്ടങ്ങൾ കൈവരിക്കുകയുണ്ടായി. മനുഷ്യനിർമ്മിത പേടകങ്ങളുടെയും ടെലിസ്കോപ്പുകളുടെയും സഹായത്തോടെ പ്രപഞ്ചത്തെ അവൻ നിരീക്ഷിക്കുവാനുമായി ആരംഭിച്ചു. അന്നെല്ലാം മനുഷ്യനെ അലട്ടിക്കൊണ്ടിരുന്ന ചോദ്യങ്ങളിൽ ഒന്നാണ്, നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ നമ്മൾ ഒറ്റയ്ക്കാണോ, അതോ ജീവൻ തുടിക്കുന്ന കോടിക്കണക്കിന് ആകാശഗോളങ്ങൾ നമുക്ക് ചുറ്റുമായുണ്ടോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരങ്ങൾ അന്വേഷിച്ച് മനുഷ്യൻ യാത്രകൾ ആരംഭിച്ചത് സൗരയൂഥത്തിൽ നിന്നും തന്നെയായിരുന്നു. ബുധനും ശുക്രനും ചൊവ്വയും വ്യാഴവും എല്ലാം മനുഷ്യനിർമ്മിത പേടകങ്ങളാൽ പഠനം നടത്തിയ മനുഷ്യൻ പിന്നീട് എത്തിച്ചേർന്നത് ശനിയിലായിരുന്നു. ശനിയെ അടുത്തറിയുവാനായി പയനിയറും വോയേജറും എല്ലാം തന്നെ അതിൻ്റെ സമീപത്തുകൂടി യാത്രകൾ നടത്തിയെങ്കിലും ശനിയെക്കുറിച്ചും അതിനെ വലം വെക്കുന്ന ഉപഗ്രഹങ്ങളെക്കുറിച്ചുമുള്ള വിശദമായ വിവരങ്ങൾ മനുഷ്യന് നേടിത്തന്നത് 1997 നാസ വിക്ഷേപിച്ച് 2004 ജൂലൈ 1 ശനിയിൽ എത്തിച്ചേരുകയും പിന്നീടുള്ള 13 വർഷങ്ങൾ അവിടെ തുടർന്നു പോരുകയും ചെയ്ത കസീനി ഹൈജീൻസ് ദൗത്യമായിരുന്നു. ഈ 13 വർഷ കാലയളവിൽ മനുഷ്യനെ ഞെട്ടിക്കുന്ന പല കണ്ടെത്തലുകളും കസീനി നടത്തുകയും ചെയ്തു. ശനിയെ വലം വെച്ചുകൊണ്ടിരുന്ന കസീനി പേടകം ഒരിക്കൽ ശനിയുടെ ഉപഗ്രഹമായ എൻസിലാഡസിന് സമീപത്തുകൂടി കടന്നു പോവുകയും ഒരുപക്ഷെ എൻസിലാഡസിൽ ജീവന്റെ തുടിപ്പുകൾ കാണാമെന്നുള്ള ആദ്യ സൂചനകൾ നൽകുകയും ചെയ്തു. ഏതെങ്കിലും ഒരു ഗ്രഹത്തിൽ ജീവൻ രൂപം കൊള്ളുവാനായി പ്രധാനമായും വേണ്ട ഘടകങ്ങളിൽ ഒന്ന് ദ്രാവക രൂപത്തിലുള്ള ജലത്തിൻ്റെ സാന്നിധ്യമാണ്. രണ്ടാമതായി ഊർജവും മിനറലുകളുടെ സാന്നിധ്യവും. ഏകദേശം 500 കിലോമീറ്ററോളം വ്യാസം വരുന്ന എൻസിലാഡസ് ബഹിരാകാശത്തേക്ക് പുറംതള്ളുന്ന നീരാവിയിൽ നിന്നും 2 കാര്യങ്ങൾ വ്യക്തമാവുകയുണ്ടായി. പുറമേ കാണുന്ന മഞ്ഞുപാളികൾക്കിടയിൽ ദ്രാവക രൂപത്തിലുള്ള സമുദ്രങ്ങൾ ഉണ്ടെന്നുള്ളതും അവയ്ക്ക് ഊർജം നൽകുവാനായി ഹൈഡ്രോതെർമൽ വെന്റുകളുടെ സാന്നിധ്യവും ഉണ്ടെന്നുള്ളത്. നമ്മുടെ ഭൂമിയിൽ ജീവന്റെ തുടുപ്പുകൾ രൂപം കൊണ്ടുവന്നത് സമുദ്രങ്ങളിലായിരുന്നു. ഇന്ന് ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാ ജീവജാലങ്ങളുടെയും തലമുറകൾ പിന്നോട്ട് സഞ്ചരിക്കുകയാണെങ്കിൽ അത് അവസാനമായി എത്തിച്ചേരുക ലാസ്റ്റ് യൂണിവേഴ്സൽ കോമൺ ആൻസിസ്റ്റർ അഥവാ ലൂക്ക എന്ന ജീവജാലത്തിലായിരിക്കും. മനുഷ്യൻ്റെയും മൃഗങ്ങളുടെയും പക്ഷികളുടെയും മത്സ്യങ്ങളുടെയും എല്ലാം പിൻഗാമിയായ ഈ ഓർഗാനിസം സൂര്യപ്രകാശത്തിൽ നിന്നുമായിരുന്നില്ല ഊർജം കണ്ടെത്തിയിരുന്നത്. പകരം അതൊരു കീമോ ഓട്ടോട്രോപ്പായിരുന്നു. ഗ്രഹങ്ങളിൽ ഇന്റേണൽ ഹീറ്റ് രൂപം കൊള്ളുക കോറും അതിന് വലം വെക്കുന്ന മാഗ്മയും മറ്റ് പ്രതിഭാസങ്ങളും മൂലമാണെങ്കിൽ, ഉപഗ്രഹങ്ങളിൽ അത് രൂപം കൊള്ളുക വിവിധ ആകാശഗോളങ്ങൾ അതിൽ നടത്തുന്ന ഗുരുത്വാകർഷണ ബലത്തെ തുടർന്നുണ്ടാകുന്ന വലിച്ചു നീട്ടലും ചുരുക്കപ്പെടലും കൊണ്ടാണ്. ഇതിനെ തുടർന്ന് സമുദ്രങ്ങളുടെ അടിത്തട്ടിൽ ഫ്രിക്ഷൻ രൂപം കൊള്ളുകയും തന്മൂലം വലിയ രൂപത്തിൽ താപം പുറത്തു വരികയും ചെയ്യുന്നു. ഒരു രീതിയിലല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ സമുദ്രങ്ങളുടെ അടിത്തട്ടിനെ ചൂടാക്കുകയും ഹൈഡ്രോതെർമൽ വെന്റുകൾക്ക് രൂപം നൽകുകയും ചെയ്യുന്നു. അതിനെ തുടർന്ന് അവിടെ ഒരു എക്കോസിസ്റ്റം രൂപം കൊണ്ടുവരുവാനുള്ള സാധ്യതകളും ഏറുന്നു. ഹൈഡ്രജൻ സൾഫൈഡും മീഥൈനും ഹൈഡ്രജനുമെല്ലാം തന്നെ ഊർജത്തിൻ്റെ ഉറവിടങ്ങളായി മാറുകയും കീമോസിന്തസിസ് എന്ന പ്രക്രിയ വഴി ഊർജം ഉൽപ്പാദിക്കപ്പെടുകയും ചെയ്യുന്നു. ഭൂമിയിൽ ഹൈഡ്രോതെർമൽ വെന്റുകൾക്ക് ചുറ്റും ഒരു എക്കോസിസ്റ്റം രൂപം കൊള്ളുന്നത് പോലെ തന്നെ അതേ സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന യൂറോപ്പിലും എൻസിലാഡസിലും അതുമല്ലെങ്കിൽ മറ്റ് ഉപഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും അവിടെയും ഇന്ന് നമ്മൾ ഈ ടോപ്പിക് ഡിസ്കസ് ചെയ്യുന്ന ഈ ദിനത്തിൽ കൂടെ മൈക്രോബുകളുടെ രൂപത്തിലാണെങ്കിലും ഒരു എക്കോസിസ്റ്റം രൂപം കൊണ്ടുവരുവാനുള്ള സാധ്യതകൾ വളരെ ഏറെയാണ്. കസീനി ഹൈജീൻസ് കണ്ടെത്തിയ ഓർഗാനിക് മോളിക്യൂളുകൾ എല്ലാം തന്നെ ഒരുപക്ഷെ അതിൻ്റെ ബാക്കി പത്രവുമായിരിക്കാം. എൻസിലാഡസിനെ കുറിച്ചുള്ള കണ്ടെത്തലുകൾക്ക് പുറമെ
കസീനി ദൗത്യം ശനിയുടെ വലയങ്ങളെക്കുറിച്ചുള്ള മനുഷ്യൻ്റെ ധാരണ തന്നെ മാറ്റിക്കുറിച്ചു. പ്രധാനമായും ഏറ്റവും പുറമേയുള്ള എഫ് വലയം വളരെ സങ്കീർണമായതും അതിൻ്റെ ഘടന നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നതുമാണ് എന്ന് കസീനി മനസ്സിലാക്കുകയുണ്ടായി. ഈ വലയത്തിൻ്റെ അരികുകളിൽ ഷെപ്പേർഡ് മൂൺസ് എന്നറിയപ്പെടുന്ന പ്രൊമിത്തിയസ്, പാണ്ടോറ തുടങ്ങിയ ചെറിയ ഉപഗ്രഹങ്ങൾ അവയുടെ ഗുരുത്വാകർഷണ ബലം ഉപയോഗിച്ച് വലയത്തിലെ കണങ്ങളെ ഒരുമിച്ച് നിർത്തുകയും നോട്ട്സ് ആൻഡ് ബ്രൈറ്റ്സ് സൃഷ്ടിക്കുകയും ചെയ്യുന്നു. കൂടാതെ ശനിയുടെ പ്രധാന വലയങ്ങൾക്കിടയിലെ വിടവുകളിൽ അനേകം കൊച്ചു ഗ്രഹങ്ങൾ ജന്മമെടുക്കുന്നു എന്നും കസീനി കണ്ടെത്തുകയും ചെയ്തു. അപ്പോൾ എൻസിലാഡസിനെ കുറിച്ചും കസീനി ദൗത്യത്തെക്കുറിച്ചുമുള്ള ഈ കൊച്ചു വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പായി നമ്മുടേത് വളരെ ചെറിയൊരു ചാനലാണ്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുൻപോട്ട് പോകാനായി സാധിക്കുകയുള്ളൂ. വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം.